നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിലൂടെ നോക്കുന്നത് മറ്റുള്ളവർക്ക് നിങ്ങളോട് അസൂയ തോന്നാനുള്ള കാരണം എന്താണ്? നിങ്ങളിലെ എന്തെല്ലാം കഴിവുകൾ കണ്ടാണ് അവർക്ക് നിങ്ങളോട് അസൂയ തോന്നുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെന്ന വ്യക്തി വളരെയധികം ബുദ്ധിയുള്ള, വ്യക്തമായിട്ടുള്ള ചിന്താഗതിയുള്ള ഒരു ആളാണെന്നാണ് കാണുന്നത്. എത്ര ബുദ്ധിമുട്ടുള്ള പ്രശ്നത്തിനും വളരെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. കാര്യങ്ങളെ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഉണ്ട്. മറ്റുള്ളവർ പല കാര്യങ്ങളെയും മനസ്സിലാക്കാനായിട്ട് കഴിയാതെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നിങ്ങൾക്കവിടെ കാര്യങ്ങളെ പെട്ടെന്ന് പിടികിട്ടാറുണ്ട്. അതായത് മറ്റുള്ളവർ ചിന്തിക്കുന്ന നേരത്ത് നിങ്ങൾ പ്രവർത്തിച്ച് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിലെ ഈ ഒരു ബുദ്ധിശക്തിയും കഴിവും സാമർഥ്യവുമൊക്കെ മറ്റുള്ളവരിൽ ഒരു അസൂയ ഉണ്ടാവാനുള്ള കാരണമാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളെന്ന വ്യക്തി ഒരുപക്ഷെ എല്ലാം തികഞ്ഞ ഒരു ആളായിരിക്കില്ല. നിങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല. പക്ഷേ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നവരാണ്. പക്ഷേ നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്നവർക്ക് ഒരുപക്ഷെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷേ അവർക്കവിടെ സന്തോഷം മാത്രം അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരുപാടൊന്നും ഇല്ലാഞ്ഞിട്ടും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനായിട്ടും അനുഭവിക്കാനായിട്ടും കഴിയുന്നുണ്ട്. പക്ഷേ എല്ലാം ഉണ്ടായിട്ടും എനിക്കതിന് കഴിയുന്നില്ലല്ലോ, എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഇല്ലല്ലോ എന്ന് ചിന്തിച്ച് മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അസൂയ തോന്നാറുണ്ടെന്നുള്ളതാണ്. കൂടാതെ മറ്റുള്ളവരെ ഭയന്നോ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയോ ഒരിക്കലും നിങ്ങൾ കള്ളം പറയാറില്ല. തെറ്റ് കണ്ടാൽ അത് ആരുടെ മുമ്പിലും ചൂണ്ടിക്കാണിക്കാനായിട്ട് നിങ്ങൾ ധൈര്യം കാണിക്കാറുണ്ട്. ആരെയും പിണക്കണ്ട എന്ന് കരുതി അവരെ പുകഴ്ത്തി പറഞ്ഞും സുഖിപ്പിച്ചും നിങ്ങൾ ഒരിക്കലും കൂടെ നിർത്താറില്ല. അപ്പോൾ അതൊക്കെ മറ്റുള്ളവരിൽ നിങ്ങളോടൊരു വിദ്വേഷവും അസൂയയുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലായാലും ഒരു കൂട്ടം ആളുകളെ നിയന്ത്രിക്കാനും അവരെ നയിക്കാനും ഒരു പ്രത്യേക കഴിവ് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ മറ്റുള്ളവർ നിങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിക്കുകയും നിങ്ങളെ മാനിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മേൽ മറ്റുള്ളവർക്കൊരു അസൂയ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ വലിയ രീതിയിൽ അണിഞ്ഞൊരുങ്ങി നടന്നില്ലെങ്കിൽ പോലും ആളുകളുടെ ഒരു ശ്രദ്ധ നിങ്ങളിലേക്ക് എത്താറുണ്ട്. നിങ്ങളുടെ സ്വഭാവരീതിയും സംസാര രീതിയും രൂപഘടനയുമൊക്കെ മറ്റുള്ളവരുടെ ആകർഷണം പിടിച്ചു പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങളെവിടെ പോയാലും നിങ്ങളുടെ സംസാര രീതി കൊണ്ടും പെരുമാറ്റ രീതി കൊണ്ടുമൊക്കെ നിങ്ങൾ അവിടുത്തെ പ്രധാന ആളായിട്ട് മാറാറുണ്ട്. അപ്പോൾ അതും മറ്റുള്ളവരിൽ ഒരു അസൂയ ഉണ്ടാവാനായിട്ട് കാരണമാവാറുണ്ട്. അതുപോലെ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ ഒരുങ്ങിയാലും അവിടെ നിങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും ഒരു ദൈവാനുഗ്രഹം പോലെ, ഭാഗ്യം പോലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മേൽ അസൂയപ്പെടുന്നവർ എത്ര കഷ്ടപ്പെട്ട് പരിശ്രമിച്ചാലും അവിടെ കാര്യങ്ങൾ അവർക്ക് നടക്കാറില്ല. ഇനി നടന്നെങ്കിൽ തന്നെ അത് ഒരുപാട് വൈകിയായിരിക്കും അവർക്ക് നടക്കുക. അപ്പോൾ നിങ്ങളിലെ ഈ ഒരു ഭാഗ്യവും ഐശ്വര്യവുമൊക്കെ മറ്റുള്ളവരിൽ അസൂയ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുപോലെ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരെ സ്നേഹിക്കാനും അവരെ കരുതലോടെ സംരക്ഷിക്കാനുമൊക്കെയുള്ള ഒരു വലിയ മനസ്സ് നിങ്ങൾക്കുണ്ട്.
നിങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ ഒരിക്കലും നിങ്ങൾ കൈവിടാറില്ല. നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സുകൊണ്ട് ബന്ധുക്കളായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. തെറ്റ് കണ്ടാൽ നിങ്ങൾ വിമർശിക്കുമെങ്കിലും നന്മയുള്ള സ്നേഹമുള്ള ആളുകളെ ചേർത്ത് നിർത്താനും നിങ്ങൾ ശ്രമിക്കാറുണ്ട്. പൊതുവെ ഒരു ആൾബലമുള്ള വ്യക്തിയാണ് നിങ്ങൾ. അപ്പോൾ അതും മറ്റുള്ളവരിലൊരു അസൂയ ഉണ്ടാവാനുള്ള കാരണമാണ്. കൂടാതെ നിങ്ങളെല്ലാവരോടും സന്തോഷത്തോടെ സംസാരിക്കുന്ന, അടുത്ത് ഇടപഴകുന്ന ഒരു ആളാണെങ്കിലും നിങ്ങളുടെ മനസ്സ് അത്ര പെട്ടെന്നൊന്നും ആർക്കും പിടികിട്ടാറില്ല എന്നുള്ളതാണ്. പുറമേ എല്ലാവരോടും ചിരിച്ച് സന്തോഷിച്ച് നിങ്ങൾ നിൽക്കുമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളും നിരാശകളുമൊക്കെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അറിയിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ടുമില്ല. അതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴും സന്തോഷം മാത്രം അനുഭവിക്കുന്ന ആളാണെന്നാണ്. അപ്പോൾ അതും മറ്റുള്ളവരിലൊരു അസൂയ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കഴിയാറുണ്ട്. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിച്ച് ശാന്തമായിട്ട് പെരുമാറാനായിട്ട് നിങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും വിഷമിച്ച് ടെൻഷൻ അടിച്ച് സമാധാനമില്ലാതെ ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ ആ ഒരു മനസാന്നിധ്യം സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എങ്ങനെ ഇത്തരത്തിൽ ശാന്തമായിട്ട് ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നു എന്ന് ചിന്തിച്ച് അവരിൽ അസൂയ തോന്നാറുണ്ട്. കൂടാതെ ആരുടെയും കൂട്ടില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ഒരു തൻ്റെടവും ധൈര്യവുമൊക്കെയുള്ള വ്യക്തിയാണ് നിങ്ങൾ. ആരുടെയും ആശ്രയമില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാനും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതും മറ്റുള്ളവർക്ക് നിങ്ങളോടൊരു അസൂയ തോന്നാനുള്ള കാരണമാണ്. അപ്പോൾ നിങ്ങളിലെ ഇത്തരം കഴിവുകൾ കൊണ്ടാണ് മറ്റുള്ളവർക്ക് നിങ്ങളോട് വളരെയധികം അസൂയ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ റീഡിംഗ് ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. അതേപോലെ തന്നെ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.